ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്പ ചെടിയിൽ പൂവും കായും പൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം പലരും നേരിട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണാം. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കാം. നമുക്ക് ചെറിയൊരു പീസ് കായം വേണം. അടുത്തതായി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് തൈരും കൂടി വേണം. കായം വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുത്തതാണിത്. കുറച്ച് സമയം കായം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഞങ്ങൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ തൈരാണ്. നാടൻ തൈര് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിശ്രിതം 100 ml ആണുള്ളത്. ഈ 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് ബാക്കി മുഴുവനായും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതം നേരിട്ട് ഒരിക്കലും ചെടികളിലേക്ക് സ്പ്രേ ചെയ്യാൻ പാടില്ല. വെള്ളമൊഴിച്ച് നന്നായി നേർപ്പിച്ചതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. ഇത് നന്നായി ഷേക്ക് ചെയ്യാം. കയ്പയുടെ പൂവും കായും ഒഴിഞ്ഞു പോകുന്നത് തടയാനുള്ള മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കയ്പയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഉണ്ടായി വരുന്ന പൂക്കളിലേക്കുമെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 1-2 തവണ ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളിത് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല റിസൾട്ടാണ് കിട്ടിയത്. കയ്പയുടെ പൂവും കായും പൊഴിയുന്ന പ്രശ്നമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. കയ്പ കൃഷിയിൽ ഈ ഒരു പ്രശ്നം നേരിടുന്നവർ ഈ ഒരു മിശ്രിതം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.